ഹായ് ഹലോ ഫ്രണ്ട്സ്, കാറ്റത്തി കിളിക്കൂടിന്റെ ഇനി ഉടനെ തന്നെ വരാൻ പോകുന്ന കിടിലൻ സംഭവങ്ങൾ നിറഞ്ഞ അത്യുഗ്രമായിട്ടുള്ള എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സുധീഷിനെയും നിധിയെയും തമ്മിൽ അകറ്റാൻ ലക്ഷ്യമിട്ട് സ്നേഹം അഭിനയിച്ചു വരുന്ന രാജീവ് തന്റെ ഗൂഢപദ്ധതിയുടെ ഭാഗമായി സുധീഷിനെ വിശ്വസിച്ച് വലിയൊരു തുകയും സ്വർണവും അടങ്ങിയ ബാഗ് ദൂരെയുള്ള ഒരിടത്ത് എത്തിക്കാൻ ഏൽപ്പിക്കുകയാണ്. അരുണിന് അപകടം പറ്റിയെന്നും തനിക്ക് നടുവേദനയാണെന്നും വിശ്വസിപ്പിച്ചാണ് രാജീവ് സുധീഷിനെ ഈ ദൗത്യം ഏൽപ്പിക്കുന്നത്. നിധിയുടെ നിർബന്ധത്തിന് വഴങ്ങി സുധീഷ് ആ ബാഗുമായിട്ട് പിന്നീട് യാത്ര തിരിക്കുന്നു. എന്നാൽ യാത്രക്കിടയിൽ വഴിയിൽ അപകടത്തിൽപ്പെട്ടയാളെ സഹായിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയ സുധീഷിനെ രാജീവ് മുൻകൂട്ടി ഏർപ്പാടാക്കിയ ഗുണ്ടകൾ ആക്രമിക്കുകയും പണവും സ്വർണവും അടങ്ങിയ ബാഗ് തട്ടിയെടുത്ത് സുധീഷിനെ തട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു. ഇതേസമയം വീട്ടിൽ രാജീവും കുടുംബവുമാണെങ്കിൽ സുധീഷിനെ കുടുക്കിയ സന്തോഷത്തിൽ നിധിയോടൊപ്പം ഒന്നും അറിയാത്ത ഭാവത്തിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് രാജീവും അരുണും ചേർന്ന് സുധീഷ് പണവുമായി കടന്നു കളഞ്ഞുവെന്ന് നിധിയെ വിശ്വസിപ്പിക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. സുധീഷിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയതും വണ്ടി വഴിമാറിപ്പോയതും തെളിവായി കാണിച്ച് അവര് നിധിയുടെ മനസ്സിൽ സംശയങ്ങൾ നിറയ്ക്കുന്നു. രാജീവും ഹേമയും അരുണും ചേർന്ന് സുധീഷിനെ ഒരു ചതിയനായിട്ട് ചിത്രീകരിക്കുമ്പോൾ നിധിക്ക് അതൊന്നും വിശ്വസിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ നിധി സുധീഷിനെ അമിതമായിട്ട് വിശ്വസിക്കുകയും അവനെ സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും സുധീഷിന്റെ കുടുംബത്തെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുമെന്നും അവിടേക്ക് ഗുണ്ടകളെ വിടുമെന്നും അരുൺ ഭീഷണിപ്പെടുത്തുമ്പോൾ നിധിക്ക് കൂടുതൽ സങ്കടമാവുകയാണ്. സുധീഷിന്റെ വീട്ടുകാരെ വിളിച്ചിട്ട് കിട്ടാതിരുന്നതോടെ ഹേമയും നിധിയെ കുറ്റപ്പെടുത്താൻ തുടങ്ങുന്നു. അങ്ങനെ സ്വന്തം കുടുംബം സുധീഷിനെതിരെ തിരിഞ്ഞതും സുധീഷിനെ ബന്ധപ്പെടാൻ കഴിയാത്തതും നിധിയെ വല്ലാത്ത മാനസിക വിഷമത്തിലാക്കുന്നുണ്ട്. എന്നാൽ ഇതെല്ലാം തന്നെയും സുധീഷിനെയും തമ്മിൽ പിരിക്കാൻ രാജീവും കുടുംബവും ചേർന്ന് പ്ലാൻ ചെയ്ത നാടകമാണെന്ന് നിധി തിരിച്ചറിയുന്നില്ല. രാജീവ് കൊടുത്തുവിട്ട പണവും സ്വർണവുമായി സുധീഷിനെ കാണാതായതോടെ നിധി ആകെ പരിഭ്രാന്തയാകുന്നു. സുധീഷ് വീട്ടിലെത്തിയെന്നറിയാൻ പിന്നീട് നിധി ഹരീഷിനെ വിളിക്കുന്നുണ്ട്. എന്നാൽ സുധീഷ് അവിടെ എത്തിയിട്ടില്ലെന്ന് മനസ്സിലാക്കുന്നതോടെ നിധിയുടെ ടെൻഷൻ വർദ്ധിക്കുകയാണ്. രാജീവും അരുണുമാണെങ്കിൽ സുധീഷ് പണവുമായി കടന്നു കളഞ്ഞെന്ന് വരുത്തി തീർക്കാനായിട്ട് നിധിയെ നിരന്തരം സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. സുധീഷിനെ ഗുണ്ടകൾ കെട്ടിയിട്ടിരിക്കുന്ന വീഡിയോ കണ്ട് രാജീവും കുടുംബവും രഹസ്യമായി ആഹ്ലാദിക്കുന്നുണ്ടെങ്കിലും നിധിയുടെ മനസ്സിൽ അവർ സുധീഷിനെ ഒരു കള്ളനായി ചിത്രീകരിച്ച് മാനസികമായി തളർത്താൻ തന്നെയാണ് ശ്രമിക്കുന്നത്. ഇവിടെ ഹരീഷും സുഭാഷും നികേഷും ഒക്കെ സുധീഷിനെ കുറിച്ച് വിവരമില്ലാത്തതിനാൽ വലിയ ആശങ്കയിലാകുന്നുണ്ട്. നിധിയുമായിട്ട് സംസാരിച്ചപ്പോൾ തന്റെ വീട്ടുകാർ സുധീഷിനെ മോഷ്ടാവായിട്ടാണ് മുദ്ര കുത്തിയിരിക്കുന്നതെന്നുള്ള വിവരം നിധി അവരെ അറിയിക്കുന്നു. എന്നാൽ നമ്മുടെ ഹരീഷിനാണെങ്കിൽ ഒരു ഡൗട്ട് തോന്നുകയാണ്. രാജീവ് നേരത്തെ നടത്തിയ വെല്ലുവിളികൾ ഹരീഷ് ഓർത്തെടുക്കുന്നു. 7 ദിവസത്തിനുള്ളിൽ നിധിയെയും സുധീഷിനെയും തമ്മിൽ പിരിക്കാൻ രാജീവ് ഒരുക്കിയ വലിയൊരു ചതിയാണിതെന്ന് ഹരീഷ് അങ്ങനെ ഉറച്ചു വിശ്വസിക്കുന്നു. പണവും സ്വർണവും സുധീഷിന്റെ കയ്യിൽ ഏൽപ്പിച്ച് ഗുണ്ടകളെ വിട്ട് അത് കവർന്ന ശേഷം കുറ്റം സുധീഷിന്റെ തലയിൽ ഇടുകയാണ് രാജീവിന്റെ പ്ലാൻ എന്ന് അവരങ്ങനെ തിരിച്ചറിയുന്നു. ഏതായാലും സുധീഷിനെ കാണാതായതോടെ നിധി സുധീഷിനെതിരെയുള്ള ആരോപണങ്ങളെ ശക്തമായി എതിർക്കുന്നുണ്ടെങ്കിലും ഹേമയുടെയും മറ്റുള്ളവരുടെയും വാക്കുകൾ അവളെ വല്ലാത്ത ആശയക്കുഴപ്പത്തിലാക്കുന്നു. സുധീഷ് പണ്ട് പറഞ്ഞ നുണകളും എന്നാൽ അവൾക്കായി ചെയ്ത ത്യാഗങ്ങളും നിധിയുടെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. സുധീഷിന് ഇനി എന്തെങ്കിലും അപകടം സംഭവിച്ചിട്ടുണ്ടോ എന്നും നിധി ഭയക്കുന്നുണ്ട്. ഇതിനിടയിൽ അരുണാകട്ടെ തന്റെ മുഖമെല്ലാം മറച്ചു പിടിച്ച് തടവറയിലെത്തി സുധീഷിനെ ക്രൂരമായി മർദ്ദിച്ച് അവന്റെ പകയെല്ലാം തീർക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിനുശേഷം സുധീഷിനെ പലയിടത്തും അന്വേഷിച്ചിട്ടും കണ്ടെത്താനാകാതെ തളർന്നിരിക്കുന്ന അവസ്ഥയിലാണ് മദ്യലഹരിയിലായ ഗുണ്ടയുടെ ഫോൺ തന്ത്രപരമായി കൈക്കലാക്കി സുധീഷിന്റെ ഫോണിലേക്ക് തന്റെ ലൊക്കേഷൻ അയക്കുന്നത്. അത് കണ്ട് സുഭാഷും സംഘവും കൃത്യസമയത്ത് എത്തിയെങ്കിലും അരുണിന്റെ നിർദ്ദേശപ്രകാരം സുധീഷിനെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാൻ ഗുണ്ടകൾ ശ്രമിക്കുന്നു. ഇതിനിടയിൽ ഇവർ സഞ്ചരിച്ച വണ്ടി ഹരീഷിന്റെ ബൈക്കിൽ ഇടിക്കുകയും ആ സംഘർഷത്തിനിടയിൽ വണ്ടിക്കുള്ളിൽ സുധീഷിനെ നികേഷ് തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. തുടർന്ന് റോഡിൽ വെച്ചുണ്ടാകുന്ന ഫൈറ്റിനൊടുവിൽ സഹോദരന്മാരെല്ലാവരും ചേർന്ന് സുധീഷിനെ മോചിപ്പിക്കുകയാണ്. താൻ നേരിട്ട ക്രൂരതകൾക്കെല്ലാം പിന്നിൽ അരുണാണെന്ന് ബോധ്യപ്പെടുന്ന സുധീഷ് ആകട്ടെ തന്റെ നീക്കങ്ങൾ പിന്നീട് കരുതലോടെയാണ് പ്ലാൻ ചെയ്യുന്നത്. വീട്ടിൽ തിരിച്ചെത്തിയ സുധീഷിനെ കണ്ട് രാജീവും അരുണും അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോകുന്നു. ഭയവും ആകാംക്ഷയും നിറഞ്ഞ ആ അന്തരീക്ഷത്തിൽ ഒട്ടും സമയം കളയാതെ അരുൺ തന്റെ ആയുധം പുറത്തെടുത്തു. എവിടെയാടാ സ്വർണവും പണവും? സുധീഷിനെ ഒന്ന് പേടിപ്പിച്ച് കളയാം എന്ന് കരുതിയാണ് അരുൺ ഇങ്ങനെ ചോദിച്ചത്. എന്നാൽ അരുണിന്റെ പണി പാളിയെന്ന് പറഞ്ഞാൽ മതി. അരുണിന്റെ ഓരോ ചോദ്യത്തിനും ചുട്ട മറുപടി കൊടുത്ത് സുധീഷിന് കട്ട സപ്പോർട്ടുമായിട്ട് നിധി അവിടെ തന്നെയുണ്ട്. ഏതായാലും ഞാൻ ഒരു നിമിഷം കൊണ്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് സുധീഷ് ധൃതിയിലേക്ക് പുറത്തു പോയപ്പോൾ നിധിയുടെ ഉള്ളിൽ എന്തോ ഒരു അപകടം മണത്തു. നിധി സംശയ ദൃഷ്ടിയോടെ വാതിൽക്കൽ നോക്കി നിൽക്കെ രാജീവ് പതുക്കെ അരുണിന്റെ അരികിലേക്ക് നീങ്ങി ശബ്ദം താഴ്ത്തിക്കൊണ്ട് പറയുകയാണ്, എടാ മണ്ടത്തരം കാണിക്കില്ലേ, അവൻ അവിടെ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ടു വന്നതാണ്. അവിടെ മറ്റെന്തോ വലിയ സംഭവം നടന്നിട്ടുണ്ട്. നമ്മളാണ് ഇതിന്റെ പുറകിലെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ഉറപ്പായിട്ടും ഇങ്ങോട്ട് വരില്ലായിരുന്നു. ഇനി നീയായിട്ട് വല്ലതും വിളിച്ചു പറഞ്ഞ് അവനെ സംശയിക്കാൻ ഇടയാക്കരുത്. ഇപ്പോൾ മിണ്ടാതിരിക്കുന്നതാണ് ബുദ്ധി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ പെട്ടെന്നാണ് എല്ലാവരെയും സ്തംഭിപ്പിച്ചുകൊണ്ട് സുധീഷ് തിരികെ വന്നത്. എന്നാൽ ഇത്തവണ സുധീഷ് തനിച്ചല്ലായിരുന്നു, കൂടെ സുഭാഷും നികേഷും ഉണ്ടായിരുന്നു. സുഭാഷിനെയും നികേഷിനെയും കൂടെ കണ്ടതോടെ രാജീവും അരുണും
എന്ന് മാത്രമല്ല ഹേമയും സാന്ദ്രയും വരെ ഭയന്നുപോയി. സുഭാഷും നികേഷും ആണെങ്കിലും ഒന്നും മിണ്ടാതെ രാജീവിനെ തന്നെ തുറിച്ചു നോക്കുകയാണ്. എന്തായാലും അവിടെ ആകെ വലിയൊരു പ്രശ്നം നടക്കാൻ പോകുകയാണെന്ന് മനസ്സിലാക്കിയ നിധിക്ക് പിന്നീട് മിണ്ടാതിരിക്കാൻ കഴിഞ്ഞില്ല. നിധി ചോദിക്കുകയാണ്, സുഭാഷ് ഏട്ടനോ, നിങ്ങൾ ഇതെങ്ങനെ ഇവിടെ? എല്ലാവരുടെയും ഉള്ളിലെ ചോദ്യവും ഇത് തന്നെയായിരുന്നു. എന്നാൽ ഒരു പുഞ്ചിരിയോടെ സുധീഷ് മറുപടി കൊടുത്തു, ഇവരെങ്ങനെ ഇവിടെ എത്തിയെന്നാണോ എല്ലാവരും ചിന്തിക്കുന്നത്? പറയാം, എല്ലാം ഞാൻ തന്നെ വ്യക്തമാക്കാം. അത്രയും പറഞ്ഞുകൊണ്ട് സുധീഷ് അരുണിന്റെയും രാജീവിന്റെയും മുഖത്തേക്ക് ആഴത്തിലൊന്ന് നോക്കി. അവരുടെ നെഞ്ചെടുപ്പ് കൂടുന്നത് അവിടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും വ്യക്തമായിരുന്നു. ആ സമയത്ത് സുധീഷ് പറയുകയാണ്, ആ ഗുണ്ടകൾ എന്നെ തടവിലാക്കിയപ്പോൾ ഭാഗ്യത്തിന് എനിക്കൊരു ഫോൺ കൈക്കലാക്കാൻ സാധിച്ചു. ജീവൻ പണയപ്പെടുത്തിയാണ് ഞാൻ സുഭാഷ് ഏട്ടനെ വിളിച്ചത്. ഏകദേശ സ്ഥലം ഞാൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. പക്ഷേ ആ സംഭാഷണം ഗുണ്ടകൾ കണ്ടെത്തുകയായിരുന്നു. അങ്ങനെ കാര്യങ്ങളെല്ലാം സുധീഷ് വെളിപ്പെടുത്തുകയാണ് അവിടെ നിന്നിട്ട്. ഇത് കേട്ട രാജീവും അരുണും ആണെങ്കിലും ഒന്ന് പതറിയെങ്കിലും ഉടനെ തന്നെ അഭിനയം തുടങ്ങി. സുധീഷ് പറയുന്ന ഒന്നും വിശ്വസിക്കരുതെന്ന് അവർ പറയാൻ തുടങ്ങി. എന്നാൽ ആ സമയത്താണ് ഹരീഷ് ഒരു ഗുണ്ടയെ പിടിച്ചു വലിച്ച് അകത്തേക്ക് കൊണ്ടുവന്നത്. അതായത് സുധീഷിനെ തട്ടിക്കൊണ്ടുപോയ ഗുണ്ട സത്യം പറയാൻ തുടങ്ങുന്നതും രാജീവ് അവനെ തല്ലാനൊക്കെ തുടങ്ങുന്നുണ്ട്. താനൊന്നും അറിഞ്ഞിട്ടേ ഇല്ലെന്നുള്ള ഭാവത്തിൽ അയാൾ ആ ഗുണ്ടയോട് കയർക്കുന്നുണ്ട്. രാജീവിന്റെ ദേഷ്യം കണ്ട ഗുണ്ടയാകട്ടെ കൂടുതലൊന്നും മിണ്ടാതെ തല താഴ്ത്തി പിന്നിലേക്ക് മാറി. എന്നാൽ രാജീവ് വെപ്രാളപ്പെടുന്നത് കണ്ട സുധീഷിന് ചിരിയാണ് വരുന്നത്. പുച്ഛത്തോടെ നോക്കിയിട്ട് സുധീഷ് പറയുകയാണ്, എന്താ അച്ഛാ, സത്യങ്ങൾ പുറത്തു വരുമെന്ന് പേടിയുണ്ടോ? ഇത്രയും പേരെ സാക്ഷി നിർത്തി എന്തിനാ ഈ നാടകം കളിക്കുന്നത് എന്ന് സുധീഷ് ചോദിച്ചത് രാജീവിനെ കൂടുതൽ ദേഷ്യം പിടിപ്പിച്ചു. ഗുണ്ടയെ രാജീവ് തടയുന്നത് കണ്ടപ്പോൾ തന്നെ നിധിക്ക് കാര്യങ്ങൾ ഏകദേശം വ്യക്തമായി. അച്ഛൻ എന്തിനാണ് അയാളെ തടയുന്നത്? അയാൾക്ക് പറയാനുള്ളത് എല്ലാവരും ഒന്ന് കേൾക്കട്ടെ എന്ന് നിധി പറഞ്ഞപ്പോൾ രാജീവിനെ അത് ശരിക്കും വെട്ടിലാക്കി. സ്വന്തം അച്ഛൻ തന്നെയാണോ ഇതിന്റെ എല്ലാം പിറകിലെന്ന് നിധിക്ക് ഏകദേശം ഉറപ്പായ നിമിഷം കൂടിയായിരുന്നു അത്. ഏതായാലും തന്റെ കള്ളത്തരങ്ങളെല്ലാം പുറത്താകുമെന്ന് പേടിച്ച് രാജീവ് അരുണിനെയും കൂട്ടി അവിടെ നിന്ന് മാറാൻ ശ്രമിക്കുന്നു. ആ സമയത്ത് ഇതിനെല്ലാം പിന്നിൽ രാജീവാണെന്നും സുധീഷിനെ ഇല്ലാതാക്കി നിധിയെ സ്വന്തം വീട്ടിൽ തളച്ചിടാനാണ് ഇയാൾ ശ്രമിച്ചതെന്നും നമ്മുടെ നികേഷ് തുറന്നടിക്കുന്നു. സ്വന്തം അച്ഛനാണ് ഈ ചതിക്കെല്ലാം പിന്നിലെന്ന് കേട്ട നിധി അക്ഷരാർത്ഥത്തിൽ തകർന്നുപോയി. രാജീവ് കള്ളം പറഞ്ഞ് അവളെ വിശ്വസിപ്പിക്കാൻ നോക്കിയെങ്കിലും നിധി ഇത്തവണ വഴങ്ങിയില്ല. അവളെ അകത്തേക്ക് മാറ്റാൻ ശ്രമിച്ച ഹേമയെയും അരുണിനെയും അവൾ ദേഷ്യത്തോടെ തള്ളി മാറ്റി. മുൻപ് കാറിൽ വെച്ച് സുധീഷിനോട് രാജീവ് നടത്തിയ വെല്ലുവിളിയെക്കുറിച്ച് കൂടി അറിഞ്ഞതോടെ നിധിയുടെ മനസ്സിൽ അച്ഛനോടുള്ള ബഹുമാനം പൂർണ്ണമായിട്ടും നഷ്ടപ്പെടുകയാണ് കേട്ടോ. തുടർന്ന് രാജീവ് കിളിക്കൂട്ടിൽ വന്നതും അവിടെ വെച്ച് സുധീഷിനെ ഭീഷണിപ്പെടുത്തിയതും സത്യം പുറത്തു പറഞ്ഞാൽ നിധിയുടെ ജീവിതം തകരുമെന്ന് പേടിപ്പിച്ചതെല്ലാം സുധീഷ് ഓരോന്നായിട്ട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് തുറന്നു പറഞ്ഞു. നിധി ഈ വീട്ടിൽ സന്തോഷമായിരിക്കണമെന്ന് കരുതി മാത്രമാണ് ഞാൻ ഇത്രയും നാളെല്ലാം സഹിച്ചത് എന്ന് പറയുമ്പോൾ സുധീഷിന്റെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. അങ്ങനെ താൻ അറിയാതെ സുധീഷ് ഈ വീട്ടിൽ വെച്ച് ഇത്രയധികം അപമാനിക്കപ്പെട്ടു എന്നത് നിധിക്ക് താങ്ങാവുന്നതിലും അപ്പുറത്തായിരുന്നു. അരുൺ തന്നെ ഒരു ഡ്രൈവറെ പോലെ കണ്ടതും തറയിലിരിക്കാൻ പറഞ്ഞ് തള്ളിയിട്ടതും രാജീവ് നടത്തിയ മോശമായ പരാമർശങ്ങളും സുധീഷ് നിധിയോട് വിവരിച്ചപ്പോൾ നിധിയുടെ ഉള്ളിൽ അച്ഛനോടും സഹോദരനോടുമുള്ള ബഹുമാനം വെറുപ്പായിട്ട് തന്നെ മാറി. തന്നെ ചതിക്കാനാണ് രാജീവ് ആ പണവും സ്വർണവും ഏൽപ്പിച്ചതെന്ന് സുധീഷ് പറഞ്ഞപ്പോൾ രാജീവ് പിന്നെയും കുറ്റം സമ്മതിക്കാതെ തന്നെ നിൽക്കുകയാണ്. രാജീവ് പറയുന്നുണ്ട്, നിധി, ഇവൻ നിന്റെ സ്വത്തിന് വേണ്ടി വന്നവനാണ്. ഞാൻ നിന്നെ വളർത്തിയ അച്ഛനാണ്. ഇവൻ പറയുന്നതിന് എന്താണ് തെളിവുള്ളത്? അങ്ങനെ തെളിവ് ചോദിച്ച രാജീവിനെ നടുക്കിക്കൊണ്ട് ഹരീഷ് ആ ഗുണ്ടയെ മുന്നിലേക്ക് പിടിച്ചു തള്ളി. സുഭാഷിന്റെയും ഹരീഷിന്റെയും തല്ല് സഹിക്ക വയ്യാതെ ആ ഗുണ്ട അങ്ങനെ സത്യം വിളിച്ചു പറയുകയാണ്, എല്ലാം ആസൂത്രണം ചെയ്തത് ഈ രാജീവ് സാറാണെന്ന് പറഞ്ഞിട്ട്. കാറിന്റെ റൂട്ടും ബാഗിലെ പണത്തിന്റെ വിവരങ്ങളും ഇയാൾ തന്നെയാണ് ഞങ്ങൾക്ക് തന്നത്. സുധീഷിനെ കൊന്നുകളയാനായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയ കൊട്ടേഷൻ എന്നും അയാൾ തുറന്നു പറയുകയാണ്. ഇതെല്ലാം കേട്ട് നിധി തകർന്നുപോയി. തന്റെ അച്ഛൻ ഇത്രയും ക്രൂരനാണെന്ന് അവൾക്ക് ചിന്തിക്കാൻ പോലും കഴിഞ്ഞില്ല. ഏതായാലും സ്വന്തം പിതാവ് ഒരു കൊലപാതകയായി മാറുന്നത് കണ്ടു നിൽക്കേണ്ടി വന്ന നിധി രാജീവുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും അവിടം കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. രക്തബന്ധത്തേക്കാൾ വലിയതാണ് താൻ തെരഞ്ഞെടുത്ത ജീവിതമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിധി സുധീഷിനും സഹോദരങ്ങൾക്കുമൊപ്പം ആ വീടിന്റെ പടികൾ ഇറങ്ങുന്നു. കണ്ണു നിറഞ്ഞും എന്നാൽ ഉള്ളിൽ കത്തുന്ന ദേഷ്യത്തോടെയും നിധി ഗേറ്റിന് ലക്ഷ്യമാക്കി നടക്കുമ്പോൾ സുധീഷും സഹോദരങ്ങളും അവളുടെ നിഴല് പോലെ കൂടെ ഉണ്ടായിരുന്നു. ഗേറ്റിനടുത്ത് എത്തിയപ്പോൾ വിറയ്ക്കുന്ന കൈകളോടെ സുധീഷിനെ നോക്കി നിധി പറയുകയാണ്, എന്നോട് ക്ഷമിക്കണം സുധീഷ്, നടന്ന എല്ലാ ദുരന്തങ്ങൾക്കും ഒരു തരത്തിൽ ഞാൻ കൂടിയാണ് കാരണക്കാരി. ആ സമയത്ത് സുധീഷ് നിധിയുടെ കൈകളിൽ അമർത്തി പിടിച്ചുകൊണ്ട് ആശ്വസിപ്പിക്കുന്നുണ്ട്, അവർ ചെയ്ത പാപത്തിന് നീ എന്തിനാണ് മാപ്പ് ചോദിക്കുന്നത്? ആ കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ ഉപേക്ഷിക്കാം. നീ സുരക്ഷിതയായി എന്റെ കൂടെ ഉണ്ടല്ലോ, അത് മതി എനിക്ക്. തകർന്നു വീണ നിധിയുടെ ആത്മവിശ്വാസത്തിന് സുധീഷിന്റെ വാക്കുകൾ ഒരു വലിയ കരുത്തായി മാറി. പിന്നീട് സുഭാഷിന്റെയും ഹരീഷിന്റെയും നികേഷിന്റെയും മുന്നിൽ കൈകൂപ്പി നിന്നുകൊണ്ട് നിധി വിതുമ്പി, നിങ്ങളോട് ഞാൻ മാപ്പ് ചോദിക്കുന്നു. എന്നെ ഓർത്ത് നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു. അപ്പൊ സുഭാഷ് പറയുന്നുണ്ട്, എന്താ മോളെ ഇത്? ക്ഷമ ചോദിക്കാനൊന്നും പാടില്ല. നിങ്ങളെ രണ്ടുപേരെയും ആ ചതിക്കുഴിയിൽ നിന്ന് തിരിച്ചു കിട്ടിയല്ലോ, അത് തന്നെയാണ് ഞങ്ങളുടെ വിജയം. ഏതായാലും നമുക്കിനി പോകാം. ഇവിടെ ഇനിയും നിൽക്കുന്നത് ശരിയല്ല. അതേ ഏട്ടത്തി, ഈ വീടിന്റെ അന്തരീക്ഷത്തിന് പോലും ചതിയുടെ മണമാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടാം. ഹരീഷും അങ്ങനെ പറഞ്ഞപ്പോൾ എല്ലാവരും മുന്നോട്ട് നടക്കാൻ തുടങ്ങവേ പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ സുധീഷ് ഒന്ന് നിന്നു. ഒരു മിനിറ്റ്, ഞാൻ ഇപ്പോ വരാം. ഗൗരവത്തോടെയുള്ള അവന്റെ മാറ്റം കണ്ട് സുഭാഷ് ചോദിക്കുകയാണ്, സുധീഷേ,
നീ എങ്ങോട്ടാ പോകുന്നത്? അത് പിന്നെ സുഭാഷേട്ടാ, എനിക്ക് ഒരു ചെറിയ കണക്ക് തീർക്കാനുണ്ട്. അത് ബാക്കി വെച്ച് പോയാൽ ശരിയാകില്ല. ഞാൻ ദേ വന്നു എന്ന് പറഞ്ഞ് സുധീഷ് ദേഷ്യത്തോടെ വീണ്ടും അകത്തേക്ക് നടന്നു. അകത്തേക്ക് പാഞ്ഞു ചെന്ന സുധീഷ് നേരെ ചെന്ന് അരുണിന്റെ കരണത്തടിക്കുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ എനിക്ക് തന്ന ഓരോ മർദ്ദനത്തിനുമുള്ള പലിശയാണിതെന്ന് പറഞ്ഞുകൊണ്ട് അരുണിനെ ശരിക്കും കൈകാര്യം ചെയ്യുകയാണ്. തടയാൻ വന്ന രാജീവിനോട് പ്രായത്തെ ബഹുമാനിക്കുന്നത് കൊണ്ട് മാത്രമാണ് നിങ്ങളെ വെറുതെ വിടുന്നതെന്ന് സുധീഷ് താക്കീത് നൽകി. അവസാനം തന്നെ തട്ടിക്കൊണ്ടുപോകാൻ അവർ ഉപയോഗിച്ച അതേ കാറ് സുധീഷ് പിടിച്ചെടുക്കുന്നു. ഈ വണ്ടി ഞാൻ കൊണ്ടുപോവുകയാണ്, വേണമെങ്കിൽ തിരുവനന്തപുരത്ത് വന്ന് എടുത്തോളൂ എന്ന് പറഞ്ഞ് രാജീവിനെ വെല്ലുവിളിച്ച് സുധീഷ് പുറത്തേക്ക് നടന്നു. അങ്ങനെ വഞ്ചിച്ചവർക്ക് അവരുടെ ഭാഷയിൽ തന്നെ മറുപടി നൽകി തല ഉയർത്തി പിടിച്ചാണ് സുധീഷ് ആ വീടിന്റെ പടിയിറങ്ങിയത്. അതിനുശേഷം അകത്തെ കണക്കുകളെല്ലാം തീർത്ത് രാജീവിന്റെ കാറുമായി സുധീഷ് പുറത്തെത്തി. ടാക്സി കാത്തു നിൽക്കാതെ ശത്രുവിന്റെ വണ്ടിയിൽ തന്നെ പോകാമെന്ന സുധീഷിന്റെ തീരുമാനം നിധിയും പിന്തുണച്ചു. യാത്രക്കിടയിൽ തന്റെ കുടുംബം സുധീഷിനോട് ചെയ്ത ക്രൂരതകൾ ഓർത്ത് നിധി പൊട്ടിക്കരഞ്ഞെങ്കിലും സുധീഷും സഹോദരന്മാരും ചേർന്ന് അവളെ ആശ്വസിപ്പിക്കുന്നു. ഹരീഷിന്റെ ബുദ്ധിപരമായ നീക്കമാണ് സുധീഷിനെ മരണത്തിൽ നിന്ന് രക്ഷിച്ചതെന്ന് എല്ലാവരും നന്ദിയോടെ ഓർത്തു. തിരികെ കിളിക്കൂട്ടിലെത്തിയ നിധി അവിടുത്തെ സ്നേഹവും സുരക്ഷിതത്വവും തിരിച്ചറിഞ്ഞു. വഴിയിൽ വെച്ച് രാജീവിന്റെ ഗുണ്ട കാറിന്റെ കീ ചോദിച്ചു വന്നപ്പോൾ അവനെ വിരട്ടിയോടിച്ച് നിധി തന്റെ കരുത്ത് തെളിയിച്ചു. സ്വന്തം അച്ഛന്റെയും സഹോദരന്റെയും ചതികൾ തിരിച്ചറിഞ്ഞതോടെ നിധിയുടെ മനസ്സിൽ സുധീഷിനോടുള്ള പ്രണയവും ബഹുമാനവും ഒക്കെ വർദ്ധിച്ചു. ഒരു പുതിയ ജീവിതത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് സ്നേഹവും തമാശകളുമായി അവർ കിളിക്കൂട്ടിൽ വീണ്ടും ഒന്നിച്ചു.